അപ്പോൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറയും സിനിമയെക്കുറിച്ച്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര നല്ല പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യണം. നല്ലതാണ്. അവിടെ എപ്പോഴും നമ്മളൊരു ഒരു ഒരു ഏലിയനാണ്, പുറത്തുനിന്ന് വന്ന ഒരാളാണ്. ഇവിടെ നമ്മുടെ തറവാട്ടിൽ കിടന്ന് നമുക്ക് കിട്ടുന്ന റിസപ്ഷൻ വേറെ തന്നെയാണ്. நான் கமல் சாரோட பெரிய ஃபேன், சின்ன வயசுலேருந்து கமல் சாரோட பெரிய ஃபேன். கொஞ்ச நாள் ஒரு கால் வருது, இந்த மாதிரி சுரேஷ் பாலாஜி சார் ஆஃபீஸ்லேருந்து கூப்பிட்றோம், கமல் சாரோட ஒரு படத்துக்கு நீங்கள் வரணும் அப்படின்னு சொல்கிறாங்க. எனக்கு அப்படியே ரெக்க கட்டி அப்படியே பறந்தாச்சு. நான் அடுத்த செகண்ட் நான் இது இட்ஸ் லைக் எனக்கு எப்படி தெரியுமா, ஒரு ஆடில் தமிழில் ஒரு ஆடு கண்ணா 2 லட்டு தின்ன ஆசையா. ഈ കഥാപാത്രം ഞാൻ തന്നെ ചെയ്താൽ കൊള്ളാം, എന്നോട് സംശയം, ഞാൻ ചെയ്താൽ എനിക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകർ ഇഷ്ടപ്പെടും, അങ്ങനെ തോന്നാനുള്ള ഒരു എലമെന്റ് എന്തായിരിക്കും ഈ കഥയിൽ? എക്സിറ്റ് അല്ലേ, ഇതെന്ത് എന്നെ ട്രോളുന്നത് പോലെ ഉണ്ട്. ഈ ലാലേട്ടൻ വരുന്ന ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെയാണ്, ഒരു പ്ലാനിങ് വല്ലതും ഉണ്ടാവും? നന്നായി മേക്കപ്പ് ചെയ്ത് റെഡി ആയിട്ടൊക്കെ ഇരിക്കും. പിന്നെ എന്താണോ പറയാൻ പോകുന്നത് ആ ആഴ്ച നമ്മൾ ചെയ്ത കുരുത്തക്കേടൊക്കെ നമുക്കറിയാലോ, അപ്പൊ പക്ക പ്ലാൻഡ് ആയിരിക്കും. എന്റെ ക്യാരക്ടർ അറിയണോണ്ടാണ് നീ അങ്ങനെ പറയാതിരുന്നത്. ഇപ്പൊ എല്ലാരും ചിരിച്ചു. ലാൽ സാർ നിർത്താതെ ചിരിക്കായിരുന്നു. ചേട്ടന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയോ? കിട്ടി. തൃപ്തി ആയില്ല. എന്തായിരുന്നു ചോദ്യം? റിപ്പീറ്റ്. അതിനകത്ത് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ഇനീഷ്യൽ ഡേയ്സിലൊക്കെ എനിക്ക് നാദിറയോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അറിയില്ല, ഈ ഇന്റർവ്യൂ ഒന്ന് കഴിയട്ടെ എന്നിട്ട് കാണാം ഇവനെ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്ക് സ്വാഗതം. താങ്ക് യു. റിൻഷ എവിടെയായിരുന്നു ഇത്ര നേരം? വീട്ടില്. അല്ല, മീൻസ് അവിടെയല്ല, പാലക്കാടായിരുന്നു. അതല്ലേ, ഇവരൊക്കെ കുറേ വെയിറ്റ് ചെയ്യണം. ആണല്ലേ. എനിക്കിന്നൊരു സ്കൂളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പൊ അത് ഞാൻ നേരത്തെ കമ്മിറ്റ് ചെയ്തായിരുന്നു. നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ, അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓടിയെത്തിയതാ. ഇത് പിന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു സംഭവം അല്ലേ. ബിഗ് ബോസ് നേരെ ഒരു സിനിമ റിലീസ് ചെയ്യണം. ആക്ച്വലി ബിഗ് ബോസിന് മുന്നേ അല്ല, ബിഗ് ബോസ് ചെയ്തതാണ് സിനിമ. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് മൂവി. ഫസ്റ്റ് മൂവി എന്ന് പറയാൻ വേറെ ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, ഇത് തന്നെയാണ് ഫസ്റ്റ് മൂവി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറയും സിനിമയെക്കുറിച്ച്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര നല്ല പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യണം. നല്ലതാണ്. ബിഗ് ബോസ് പോലെയാണോ? ബിഗ് ബോസ് പോലെയാണോ ചോദിച്ചാൽ, ബിഗ് ബോസിൽ 100 ദിവസം നിന്നു. ഇതിൽ എനിക്ക് ഷൂട്ട് 1 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബിഗ് ബോസിനേക്കാൾ ടെൻഷൻ അടിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഈ ഒരു മൂവിയുടെ ഒരു ഫസ്റ്റ് ഡേ ഷൂട്ട് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ശ്രീറാം, വിശാഖ് ബ്രോ, എല്ലാവരെയും ഞാൻ ജസ്റ്റ് കണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇവരുമായിട്ട് കോംബോ ഒന്നും ഉണ്ടായിരുന്നില്ല, കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇവരുമായിട്ട് അങ്ങനെ സീനുമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ലൊക്കേഷനിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടു. അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. അതെ അല്ലേ, കറക്റ്റ്. ഇപ്പോഴാണ് കാണുന്നത്. അന്ന് ശ്രീറാമിന് താടി ഉണ്ടായിരുന്നോ? അന്ന് ശ്രീറാമിന് താടി ഉണ്ടായിരുന്നു. ഇല്ലേ, ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും ലെങ്ത് ഉണ്ടായിരുന്നു. വേറെ ഗെറ്റപ്പിന് വേണ്ടി വെച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതറിഞ്ഞൂടാ. எப்படி இருக்கு? சௌக்கியா? குட் குட், ஐ அம் குட். உங்க ஃபிலிம் எல்லாம் பார்த்துருக்கேன், எல்லாம் ரொம்ப ரொம்ப அழகா இருக்காங்க. தேங்க் யூ. இது எப்படி இருக்கு எக்ஸ்பீரியன்ஸ் சொல்லுங்க. இல்லை, இது உண்மையிலேயே ஒரு டிஃப்ரெண்ட்டான எக்ஸ்பீரியன்ஸ். ஆடியன்ஸ்க்கும் டிஃப்ரெண்ட்டான எக்ஸ்பீரியன்ஸாக தான் இருக்கும். அதெல்லாம் தெரிஞ்சே தான் வி அக்செப்ட் டு டூ. இட்ஸ் குவைட் ஒரு எப்படி சொல்கிறது, எல்லாருமே தன்னோடைய ஒரு 100% எஃபர்ட் இந்த படத்துக்காக கொடுத்துருக்கோம். ஏன்னா எமோஷன்ஸ் ஹேண்டில் பண்ணுறப்போ, ஏன்னா நிறைய எமோஷன்ஸ் இருக்குது படத்தில். எமோஷன்ஸ் ஹேண்டில் பண்ணுறப்போ கொஞ்சம் மீட்ரு கம்மியாகிடுச்சுனாலும் அது அண்டர் ரேட்டர் ஆகிடும், இல்லை ஜாஸ்தியாக பண்ணிட்டா ஓவர் ஆக்டிங் ஆகிடும். ஸோ ஒரு பர்ஃபெக்ட் மீட்டரில் கரெக்டான ஒரு நேச்சுரல் அவுட்புட் வரணும்னு சொல்லிட்டு டெடிகேட்டிவாக வி ஒர்க் அண்ட் அவுட்புட் அந்த மாதிரி வந்திருக்கு. படம் பார்த்துட்டு எங்களுக்கு ஹாப்பி. ஸோ அதே ஃபீலை வந்து ஆடியன்ஸ் தேட்டரில் ஃபீல் பண்ணுவாங்கன்னு நான் நம்புகிறோம். அப்படிதான் எல்லாரும் பிரதீட்சிக்கு எப்படி உண்டாவுண்டு ப்ரெஷர் விதி எழுதணும். அது ட்ரூ தான். சி, ஒரு படம் தேட்டருக்கு வரும்போது கண்டிப்பாக மாறும். அதே மாதிரி நம்மளோட ஜட்ஜ்மெண்ட்ஸ் என்றைக்குமே வந்துட்டு வித்தியாசமாக இருக்கும். பிகாஸ் நம்ம வந்து ஸ்கிரிப்டை லவ் பண்ண ஆரம்பிச்சிருவோம். நம்ம மூவி கூடவே இருந்து நமக்கு அந்த படம் பிடிக்கும். ஸோ நம்மளோட படைப்பை நம்ம என்றைக்குமே எதுவும் சொல்லவே மாட்டோம். பட் எந்த படைப்பும் என்னை பொறுத்த லெவலில் சரி நல்லது கெட்டது அப்படிங்கிறதுல இட்ஸ் டிபெண்ட்ஸ் அப்பான் அந்த சர்க்கம்ஸ்டன்ஸ். அமைகிறத பொறுத்து தான் அந்த படைப்போடைய அந்த எக்ஸ்டென்ட் விஷயம் வெளியில் வருதான்னு. பட் நான் பர்சனலாக எனக்கு தெரிஞ்ச சில க்ரூ மெம்பர்ஸோட, ஐ மீன் ஃபேமிலி பீப்புளோட பார்க்கும்போது அவங்க என்ஜாய் பண்ணாங்க. ஸோ அவங்க என்றைக்குமே ரியல் கமெண்ட்ஸ் கொடுக்குறவங்க. ஸோ அதே மாதிரி நிறைய ஆடியன்ஸ்ட்டு இருந்தும் வரும்னு நாங்கள் நம்புகிறோம்.
നമുക്ക് ഫസ്റ്റ് ഫിലിമിൽ ஃப்ரெண்ட்ஸ் 4 ஃப்ரெண்ட்ஸ் தான் ஒருமிச்சு அபிநயிச்சிருக்காங்க. செகண்ட் ஃபிலிம் அப்படிதான் இருக்கு. அவங்கள இப்போ எப்படி இருக்குங்க? ஆல் குட். இப்போ எல்லாரும் படம் பண்ணிட்டு இருக்காங்க. அதுக்கப்புறமும் தொடர்ந்து நிறைய படம் பண்ணோம். கோலி சோடா, அதுக்கப்புறம் இன்னும் 2-3 படம் பண்ணோம். அதோட 10th இயர் ஃபங்க்ஷன் கூட we are planning to do in சென்னையில் பிளான் பண்ணியிருக்கோம். என்னைக்கு? ആക്ച്വലി ഇത് മുടിച്ചിട്ട് നാളേക്ക് ആക്ച്വലി 10th ഇയർ ഫംഗ്ഷൻ. ആരും പോണില്ലേ? ആരും ഇൻവൈറ്റ് ചെയ്തില്ല. എന്താണ് ശ്രീരാമൊന്നും ഇൻവൈറ്റ് ചെയ്തില്ലല്ലോ? ഇല്ല, എനിക്കേ ഇപ്പതാ தெரியும். അതാണ് പ്രശ്നം. അദ്ദേഹത്തിന് ഇപ്പോഴാണ് അറിഞ്ഞത്, അതുകൊണ്ടാണ്. எப்படி இந்த பிளான் சடன் பிளானோ അതേ மாதிரி അതും സഡൻ പ്ലാൻ. അതാണ്. കുറെ ആയി കണ്ടിട്ടോ? കുറച്ചായില്ലേ? എന്താണ്, എവിടെയായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു. എന്താണ് സിനിമ വേണ്ട എന്ന് വെച്ച് ഒരു ബ്രേക്ക് എടുക്കാൻ കാരണം? അത് അറിഞ്ഞുകൊണ്ട് എടുത്തൊരു ബ്രേക്ക് വേണ്ട. കാരണം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന കഥാപാത്രങ്ങളൊക്കെ ഏകദേശം ഒരേ ടോണിലുള്ള റോൾസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അറിഞ്ഞുകൊണ്ട് എന്നാൽ പിന്നെ നമുക്കൊന്ന് ചവിട്ടാം. പിന്നെ കോവിഡും സംഭവിച്ചു, പിന്നെ ഒരു കമ്പനി തുടങ്ങി എൻ്റെ സൈഡിൽ. അപ്പോൾ അതൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. ഒരു നമ്മൾ വേണ്ട എന്ന് വെക്കും തോറും നമുക്ക് സിനിമ നമ്മൾ അന്വേഷിച്ച് തരണം അല്ലേ? സിനിമ ഇങ്ങോട്ട് വരുന്നില്ല എന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ പോകുന്നത്. മലയാളം സിനിമ വേണ്ടെന്നേ വെച്ചിട്ടുള്ളൂ ആ സമയത്ത്. അപ്പോൾ അത് ഇപ്പോൾ ഒബ്വിയസ്ലി ചെയ്യുന്നുണ്ട്, പക്ഷേ ആ സമയത്ത് ഓഡിഷൻസ് ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഹിന്ദിയിൽ കുറേ പടങ്ങൾ ചെയ്യാൻ പറ്റി, കുറേ ആഡ്സ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 4ാമത്തെ ഹിന്ദി ഫിലിമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനത്തെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അല്ല, ഈ ഇത്തരം കാര്യങ്ങൾ അറിയുന്നില്ല പ്രേക്ഷകർ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് താങ്കൾ ഇവിടെ ഇല്ല, എവിടെയാണെന്നുള്ളൊരു ചോദ്യം വരുന്നത്. ഹിന്ദി സിനിമ നാളിലും ചെയ്തു എന്ന് പറയുമ്പോൾ വലിയൊരു ഭാഗ്യമാണ് താങ്കൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടുത്തെ മലയാള സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടാലും ഹിന്ദിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ തറവാട് മലയാളം സിനിമ തന്നെയാണ്. ഡെഫിനറ്റ്ലി. ഒയ്യോ, അതിലൊരു മാറ്റമില്ല. കാരണം ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. ഇവിടുത്തെ ഓഡിയൻസ് കിട്ടുന്ന റിസപ്ഷൻ വേറെ തന്നെയാണ്. അവിടെ എപ്പോഴും നമ്മളൊരു ഒരു ഏലിയനാണ്, പുറത്തുനിന്ന് വന്ന ഒരാളാണ്. ഇവിടെ നമ്മുടെ തറവാട്ടിൽ കിടന്ന് നമുക്ക് കിട്ടുന്ന റിസപ്ഷൻ വേറെ തന്നെയാണ്. ഇപ്പോൾ എങ്ങനെയാണ്, വേറെ ഓഫറുകളൊക്കെ വന്നു തുടങ്ങിയോ? യെസ്, ഇപ്പോൾ 2 വേറെ പടങ്ങളുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐഡൻറ്റിറ്റി ടൊവിയുടെ കൂടെ, പിന്നെ ആഷിഖേറിൻ്റെ പടത്തിലും ഉണ്ട് റൈഫിൾ ക്ലബ്ബിൽ. പിന്നെ ഇപ്പോൾ യഷ്രാജിൻ്റെ ഒരു സീരീസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ 3-4 പടങ്ങൾ ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3-4 പടങ്ങൾ ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അത് തന്നെ ഒരു ഭാഗ്യമാണ്, വലിയ ഭാഗ്യം. ഇനിയുള്ള യാത്ര അങ്ങനെ ആയിരിക്കണം. ടച്ച് വുഡ്, ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ ആവട്ടെ. അത് തന്നെ ആകണം. ബിഗ് ബോസ് ഒക്കെ കണ്ടിരുന്നു? പിന്നെ ഡെഫിനറ്റ്ലി. ബിഗ് ബോസിൽ കണ്ട ഒരു വ്യക്തിയെക്കുറിച്ച്, ഇതിലെ ഒരു ആക്ടറെ കുറിച്ചുള്ള 2 അഭിപ്രായം പറയും. 2 അഭിപ്രായങ്ങൾ ബിഗ് ബോസിൽ കണ്ട. അങ്ങനെയിപ്പോൾ ചോദിച്ചാൽ ഞാനങ്ങനെ എന്നിരുന്ന് കാണുന്ന ഒരാളായിരുന്നില്ല. എൻ്റെ വൈഫ് ഭയങ്കര ഫാനായിരുന്നു. റനീഷയുടെയും നാദിരയുടെയും ഒക്കെ. ആരുടെ ഫാനായിരുന്നു? ബിഗ് ബോസിന്റെ ഫാനാണോ? അല്ലല്ല, റനീഷയുടെ ഫാനായിരുന്നു, നാദിരയുടെ ഫാനായിരുന്നു. ഇവരായിരുന്നു ഏറ്റവും ഫേവറേറ്റ്. ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബിഗ് ബോസ് കണക്ഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ പടത്തിന്റെ ലുക്ക് ടെസ്റ്റിനാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് അല്ലേ? അന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ആക്ട് ചെയ്യാൻ വന്ന ഒരു റനീഷിനെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോൾ 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ബിഗ് ബോസ് റണ്ണറപ്പ് ആയ റനീഷയെ കാണുന്നത്. വളരെയധികം സന്തോഷമുണ്ട് ടു സീ ഹൗ ഫാർ യു കം. ആസ് ആൻ ആക്ടർ, ആസ് എ ഡെബ്യൂ, ഈ പടത്തിൽ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമാണ്. കയ്യടികൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നു. അവിടെ ഒരു കയ്യടി കിട്ടിയത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പുറം ഇരുന്നപ്പോൾ ഒരു കയ്യടി, കയ്യടി ആയിരുന്നില്ല, അവിടെ എന്നെ സെന്ററിൽ ഇരുത്തിയിട്ട് അവിടെ നിന്ന് അടിയായിരുന്നു. അത് ഉൾക്കൊണ്ട് നമ്മൾ ഇരുന്ന് കയ്യടിച്ച് ഇവര് തന്നെ തന്നാണ്. അത് ഫ്രണ്ട്സിന്റെ ഇടയിൽ അതൊക്കെ സാധാരണ. തീർച്ചയായിട്ടും അതെ. ഈ ബിഗ് ബോസ് ഒരു വലിയ ഫ്രെയിമിലാണ് പോയത്, മാറ്റമില്ല. അതിന് ശേഷം ഇറങ്ങിയതിനു ശേഷം ഉണ്ടായ ഒരു ജീവിത മാറ്റം, അത് പോസിറ്റീവ് ആണോ ഉണ്ടായത്, നെഗറ്റീവും ഉണ്ടായിട്ടുണ്ടോ? പോസിറ്റീവ് തന്നെയാ. ചില രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ്, പക്ഷെ മേജർ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് തന്നെയാണ്. പിന്നെ നോക്കുമ്പോൾ ലൈക്ക് വർക്കിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ പോലും, ഒരു സീരിയലിൻ്റെ എൻക്വയറി വരുമ്പോൾ പോലും അവർ ചോദിക്കുന്നത് ഇപ്പോൾ സീരിയലൊക്കെ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് ചോദിക്കുന്നത്. ലൈക്ക് അവരുടെ വിചാരം നമ്മളിപ്പോൾ സീരിയലിൽ നിന്ന് ബിഗ് ബോസിലോട്ട് പോയി, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് സീരിയൽ ചെയ്യില്ല എന്നൊരു തോട്ട് അവരുടെ മൈൻഡിൽ വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സീരിയലിൻ്റെ ഓഫർ കുറച്ച് കാലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം എഗെയിൻ വന്നു തുടങ്ങി. കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സീരിയലിൽ തന്നെയാണ് ഞാൻ ബിഗ് ബോസിലോട്ട് പോയത്. അപ്പോൾ പക്ഷെ വേറെ കുറേ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ആയത് നോക്കിക്കോട്ടെ, പുറത്ത് പോകുമ്പോൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്ത് നോക്കിയാലെന്ന് വെച്ചാൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ എന്ന് വെച്ചാൽ കുടുംബ പ്രേക്ഷകർക്കായിരുന്നു എന്നെ അറിയുന്നത്. ഇപ്പോൾ യങ്സ്റ്റേഴ്സ്, കാരണം സീരിയൽസ് നമുക്കറിയാം കുറേ യങ്സ്റ്റേഴ്സ് ഒന്നും കാണില്ല, പക്ഷെ ബിഗ് ബോസിലൂടെ കുറേ യങ്സ്റ്റേഴ്സും കൂടെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. സോ ആ രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ളത്. ഒരു സിനിമ അഭിനയം എന്ന നിലയിൽ സീരിയലിലാണ് കൂടുതൽ. സിനിമ അഭിനയം എന്നുള്ള ആഗ്രഹം സിനിമയിലേക്ക് ബിഗ് സ്ക്രീനിൽ വരണമെന്നുള്ള ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു. എന്താണ് അത്തരം ഒരു വേഷങ്ങൾ കിട്ടാതിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ?
ലൈക്ക് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാൻ മുന്നേ വേറെ എവിടെയോ ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചട്ടമ്പിനാട്, പിന്നെ വേറെ അയ്യോ ചട്ടമ്പിനാട്, കവി ഉദ്ദേശിച്ചത്, എന്ന് നിന്റെ മൊയ്തീൻ, അതിലൊക്കെ കുഞ്ഞു കുഞ്ഞു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ പോയത് സത്യം പറഞ്ഞാൽ സിനിമയോടുള്ള ആഗ്രഹവും സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. പക്ഷേ എത്തിപ്പെട്ടത് സീരിയലിലോട്ട്, അതിനുശേഷം ബിഗ് ബോസ്. പക്ഷേ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഒരുപാട് മൂവീസ് വരും, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വരും എന്നുള്ളത് ഒരുപാട് പേരുടെ തെറ്റായ നോഷനാണെന്ന് ഞാൻ പറയും. കാരണം ടു ബി വെരി ഓണസ്റ്റ്, എനിക്കധികം ഓഫേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എൻ്റെ ബാഡ് ലക്കാ തോന്നുന്നു. ആ സമയത്ത് ഞാൻ ദുബായിലൊരു ഷോവിന് വേണ്ടി പോയ സമയത്ത് അവർക്ക് കോണ്ടാക്ട് ചെയ്ത് കിട്ടിയില്ല, അത് അങ്ങനെ മിസ്സായിപ്പോയി. അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എക്സിറ്റ് വരുമ്പോൾ പോലും ഞാൻ ആ ഒരു ചെറിഷ്നെസ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാണ്. കാരണം ഇതിൽ നിന്നും ഇതെന്തുകൊണ്ട് ഒരു ബ്രേക്ക് ആയിക്കൂടാ, ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്ന ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിൽ പോലും ബിഗ് ബോസ് കാരണം ഇപ്പം എന്നെ കുറേ പേർക്ക് അറിയാം. അപ്പോൾ അത് കാരണം എക്സിറ്റ് എന്തുകൊണ്ട് എനിക്കൊരു ബ്രേക്ക് ആയിക്കൂടാ എന്നുള്ളൊരു എന്താ പറയുക, അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞാൻ ഇരിക്കുന്നത്. ലൈക്ക് ഇപ്പോഴും എൻ്റെ ആഗ്രഹം മൂവി തന്നെയാണ്. ആ യാത്ര ആഗ്രഹവും സഫലമാകട്ടെ. താങ്ക് യു. അല്ലേ, അത്ര നല്ല വേഷങ്ങൾ കിട്ടട്ടെ. താങ്ക് യു. മലയാള സിനിമയെല്ലാം பார்க்குங்களா? பார்ப்பேன். അപ്പം லாஸ்ட் பார்த்த சினிமா எது மூவி? லாஸ்ட்டாக நான் பார்த்தது டொவினோ தாமஸ் சாரோட ஒரு படம் ஒன்று, சூப்பர்மேனா மின்னல் முரளி. மின்னல் முரளி, அது பார்த்தேன். அதுக்கப்புறம் நிறைய படம் பார்ப்பேன். எனக்கு ஆக்சுவலி ஐ ஹாவ் ஒன் டிஃபெக்ட், எனக்கு பேர் மறந்துடும். ஸோ ஃப்ரீக்வெண்ட்டாக பார்ப்பேன். ஐ மீன் நிறைய மூவிஸ். நீங்கள் எப்படி பார்க்குங்க மலையாளம் இண்டஸ்ட்ரி, எப்படி உங்களுக்கு வியூ பாயிண்ட்? See, I'm not segregating. ஸோ நான் வந்து செக்ரிகேட் பண்ணி பார்க்கறதில்ல. வை பிகாஸ் எங்கள் ஃபேமிலியில் 4 ஜென்ரேஷனாக வி ஆர் ஃப்ரம் ஃபிலிம் பேக்ரவுண்ட். எனக்கு சின்ன வயசுலேருந்து சொல்லி கொடுத்தது எல்லாமே சினிமா. நான் சின்ன வயசில் இருந்து நடிக்கவும் ஆரம்பிச்சிட்டேன். ஸோ நான் சினிமாவை வந்துட்டு பொதுவாக தான் பார்க்குறேன். சினிமா இட்ஸ் அ யூனிவர்சல் லாங்குவேஜ், இட்ஸ் அ விஷுவல் லாங்குவேஜ். ஸோ விஷுவலாக நம்மளால் ஒரு விஷயத்தை கதைனா வி கேன் ரைட் அண்ட் டெல். இப்போது ட்ராமானா நம்ம வந்து நடித்து காட்டுவோம். சினிமா இட்ஸ் விஷுவலி வி கேன் ஷோ சம்திங். ஸோ இது மூலயமா நம்மளால் நிறைய விஷயத்தை மாற்ற முடியும். ஏன்னா ஹரிச்சந்திரன் நாடகம் பார்த்து தான் காந்தி வந்து இன்ஸ்பயர் ஆகி வந்தேன்னே சொல்கிறார். ஸோ நிறைய பேருக்கு இன்ஸ்பிரேஷனாக இன்றைக்கி வந்து சினிமா வந்து இருக்குது. ஸோ சினிமா இட்ஸ் டியூனிங் அப் தி ஃபியூச்சர் ஜென்ரேஷன். ஸோ நான் அந்த ஒரு பாயிண்ட் ஆஃப் வியூவில் பார்க்குறேன். ஸோ நான் குளோபல் சினிமாவையும் அப்படி தான் பார்க்குறேன், நம்ம சினிமா அப்படி தான் பார்க்குறேன். ஸோ இந்த டியூனிங் அப்போடைய வால்யூமை நம்ம பெருசு பண்ணணும். ஸோ வி ஹாவ் அ வால்யூம் பட்டன். ஸோ நம்ம வால்யூம் பட்டன் பெருசு பண்ணோன்னா சவுண்டு உலகம் முழுக்க கேட்கும். ஸோ நான் வந்து அந்த சவுண்ட் வால்யூம் பட்டன் பெருசு பண்ணுற ஃபோக்கஸில் இருக்கிறதுனால ஐம் நாட் சீயிங் திஸ். இது மலையாளம் பண்ணாலும் சரி, தெலுங்கு பண்ணாலும் சரி, எல்லாமே சினிமா தானே. ஸோ ஐ ஃபீல் லைக் ஓகே, இதுவும் சினிமா, நல்ல சினிமா, இதுவும் சினிமா, நல்ல சினிமா. இப்போ கன்னடா ஃபிலிம் KGF நல்ல சினிமா. ஸோ அந்த மாதிரி நான் எல்லாத்தையுமே எதில் நல்லது இருந்தாலும் அதை நான் வந்து ஹாப்பியாக பார்க்குறேன். உங்களுக்கு மலையாளம் ஃபிலிமில் ஒரு ஆள், ஒரு லாலேட்டன் இருக்குது, மம்முட்டி இருக்குது, ஒத்திரி ஆளுகளுக்கு உங்களுக்கு ഏറ്റവും ഇഷ്ടപ്പെട്ട ஆள்? எனக்கு லாலேட்டா மம்முக்கா 2 பேருமே நான் வந்து பர்சனலாக அவங்க கூட இருந்திருக்கேன். ஒரு சின்ன கேரக்டர்ஸோட அவங்க கூட ஒர்க் பண்ணக்கூடிய ஆப்பர்ச்சுனிட்டிஸ் எனக்கு கிடச்சிருக்கு. ஸோ 2 பேர் கூடயும் ஒர்க் பண்ணியிருக்கேன், சினிமாவில் ஒர்க் பண்ணியிருக்கேன். எனக்கு 2 பேர்கிட்டையுமே 2 எக்ஸ்ட்ரீம். ஸோ 2 பேருமே வி கான்ட் கம்பேர். 2 பேருமே 2 இமயம் தான் சொல்லணும். மம்முக்கா வந்து இட்ஸ் லைக் அதிகமாக பேச மாட்டாங்க, பட் ஆனால் அவர் பேசுகிற ஒரு வேர்டும் ரொம்ப ஷார்ப்பாக இருக்கும், அது ஸ்ட்ரக்சர்டாக இருக்கும். லாலேட்டன் வந்துட்டு ரொம்ப ஜோகியல். இப்போ நம்ம வந்து பெரிய ஆர்டிஸ்ட் கிட்ட சம்டைம் ஷூட்டிங்கில் போய் பேசுகிறதுக்கு தயங்குவோம். நான் அப்படி தான் ஃபஸ்ட்டு அந்த ஷூட்டிங்கில் வந்து நான் தயங்கி, லாலேட்டன் வந்து கேரவன்லேருந்து இறங்கி வராங்க, நான் வந்து அப்படியே தயங்கி அப்படியே நின்றுட்டே இருக்கேன். இதில் என்ன ஒரு விஷயம் அப்படின்னா, லாலேட்டனோட எங்கள் அப்பா வந்து அசிஸ்டன்ட் டைரக்டர். எங்கள் அப்பா வந்து அசிஸ்டன்ட் டைரக்டராக ஒர்க் பண்ணது ஐவி சசி சாரோட. ஸோ லாலேட்டனோட படத்துலலாம் அப்பா வந்து ஒர்க் பண்ணியிருக்காங்க. எங்கள் லாலேட்டன் வந்து அப்பாவுக்கு பட்ட பேர்லாம் வச்சுருக்காங்க, பரட்டன், லைக் ஷீ இஸ் வெரி ஜோகியல் எங்கள் அப்பா சொல்லியிருக்காங்க. எனக்கு தெரியாது, ஆனால் ஷூட்டிங் நான் போகும்போதே சொல்கிறாங்க லாலேட்டன் வந்து ரொம்ப ஜாலியான டைப், நல்லா விளையாடுவாங்க அப்படின்னு. கேரவன்லேருந்து அப்படியே இறங்கி வந்துகிட்டே இருக்காரு. அவர் என்னை பார்க்குறாரு, என்னை பார்த்துட்டு அவரே வந்து இவன் யார் தெரியுமா, இவன் தான் இந்த படத்தோட வில்லன் அப்படின்னு சொல்லி அவரே ஹி மேட் அ கான்வர்சேஷன். ஸோ இந்த மாதிரி விஷயம்லாம் எனக்கு வந்து ரொம்ப இன்ஸ்பைரிங். அந்த 2 பேர்கிட்ட இருந்தும் நான் நிறைய விஷயம் அப்சர்வ் பண்ணேன், நிறைய விஷயம் கற்றுக்கிட்டேன். ஸோ ஐ லவ் போத் ஆஃப் தெம். நீங்கள் திருஷ்யம் அங்கே கமல்ஹாசனுக்கு ஆமாம், திருஷ்யம் தமிழ் வெர்ஷன் அந்த கேபிள் பாய் கேரக்டர் நடிச்சிருக்காங்க. ஆக்சுவலி இது நல்ல ஒரு திங். திருஷ்யம் படம் பார்த்துட்டு எங்கள் வீட்டில் சினிமா ஃபேமிலி அப்படிங்கிறதுனால
படம் போட்டால் படம் பார்த்து முடிச்சுட்டு ஒரு 4-5 ஹவர்ஸ் கான்வர்சேஷன் நடக்கும். அந்த படம் எப்படி இருக்குது, என்னென்ன கேமரா பற்றி நான் பேசுவேன், என் தம்பி லைட் பற்றி பேசுவான், எங்கள் அப்பா ஸ்டோரி பற்றி பேசுவார். ஒரு டிஸ்கஷனே நடக்கும். எங்களுக்குள்ளேயே நாங்கள் ஒரு டிபேட் பண்ணிப்போம். நாங்கள் இந்த பாயிண்ட் வச்சு இந்த பாயிண்ட் இப்படி இருக்குது, அந்த பாயிண்ட் இருக்குது, நம்ம வில் டாக். அப்படி திருஷ்யம் பார்த்துட்டு ஒரு நாள் நைட்டு 3 மணிக்கு பேச ஆரம்பிச்சு விடிய பேசுகிறோம். அப்படி பேசுகிறப்போ நான் என்ன சொன்னேன் அப்படின்னா, அது மேனிஃபெஸ்டேஷனாக என்னன்னே தெரியல. நான் என்ன சொன்னேன்னா, இந்த மாதிரி ஒரு படத்தில் ஒரு ரோல் பண்ணியிருக்கணுமே. ஸோ ஆனால் அதில் ரோல் இல்லை, வில்லன் கேரக்டருக்கு அந்த கேபிள் பாய் கேரக்டருக்கு அது ஸ்ட்ரைக் ஆகலை அப்படின்னு சொல்லிட்டு விட்டாச்சு. அதுலேருந்து ஒரு கொஞ்ச நாளைக்கு அப்புறம் ஒரு கால் வருது. நான் கமல் சாரோட பெரிய ஃபேன், சின்ன வயசுலேருந்து கமல் சாரோட பெரிய ஃபேன். கொஞ்ச நாள் ஒரு கால் வருது, இந்த மாதிரி சுரேஷ் பாலாஜி சார் ஆஃபீஸ்லேருந்து கூப்பிட்றோம், கமல் சாரோட ஒரு படத்துக்கு நீங்கள் வரணும் அப்படின்னு சொல்கிறாங்க. எனக்கு அப்படியே ரெக்க கட்டி அப்படியே பறந்தாச்சு நான். சரின்னு சொல்லிட்டு ஜாலியாக போயிட்டு இதை அட்டன் பண்ணுறேன். என்ன கதை, என்ன படம் அப்படின்னு சொல்லி கேட்கும்போது, இந்த மலையாள ரீமேக்கு திருஷ்யம்னு ஒரு மலையாள படம். அடுத்த செகண்ட் இது இட்ஸ் லைக் எனக்கு எப்படி தெரியுமா, ஒரு ஆடில் தமிழில் ஒரு ஆடு வரும், கண்ணா 2 லட்டு தின்ன ஆசையா அப்படிங்கிற மாதிரி. இட்ஸ் லைக் ஓகே கமான் அப்படிங்கிற மாதிரி போனேன். ஆனால் அப்படி சொன்னோடனே எனக்கு திடீர்னு கொஞ்சம் பேக் அடிச்சிட்டேன். ஆமாம் என்ன கேரக்டரு அப்படின்னு சொல்லி கேட்டேன். அந்த கேபிள் பாய் கேரக்டர் அப்படின்னாங்க. அதுக்கப்புறம் 3 லட்டுச்சின்னு ஆசையா. இட்ஸ் லைக் சீரியஸ்லி வண்டர்ஃபுல் ட்ரிமெண்ட்லெஸ் எக்ஸ்பீரியன்ஸ் ஃபார் மீ. விஷயம் மூவிஸ் ஜீத்து ஜோசப் அவங்களோட டைரெக்ஷனாக இருக்கட்டும், ஃபர்ஸ்ட் டைம் மலையாளம் ஷூட்டிங் எப்படி நடக்கும், அந்த 6 to 9 அந்த கான்செப்ட், பியூட்டிஃபுல் லொக்கேஷன், அந்த பிளானிங் 39 டேஸில் படத்தை முடிச்சிட்டோம். ஒரு சூப்பர் ஸ்டாரை வச்சு, ஒரு உலகநாயகனை வச்சு 39 நாளில் படம் முடிக்கிறதுனா ஆக்சுவலி என்ன ஒரு இதுன்னே எனக்கு தெரில. அது இல்லாமல் நான் சின்ன வயசுலேருந்து ஃபேனாக இருந்த ஒரு பர்சனை நேரில் நான் எனக்கு பிடிச்ச இண்டஸ்ட்ரியில் நான் பார்க்குறேன். ஸோ அவரை நான் வெச்சக்கண்ணு வாங்காமல் எப்படி ஒரு காலேஜ் பையன் ஒரு லவ் பண்ணுற பொண்ணை சைட் அடிச்சுட்டே இருப்பான், அந்த மாதிரி வெச்சக்கண்ணை வாங்காமல் அப்படியே பார்த்துட்டே. So it's like a beautiful experience. ഭയങ്കര രസമാണല്ലേ, അല്ലേ? സംസാരം കേട്ടിരിക്കാൻ തന്നെ നമുക്ക് മണിക്കൂറോളം ഇരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും എന്താ പറയാ, പ്രായത്തിനെക്കാളും കൂടുതൽ മറ്റേ മെച്ചോറിറ്റി ഉള്ള ഒരു സംസാരമാണ്. വലിയ പക്വതയോട് കൂടിയാണ് സംസാരിക്കുന്നത്. അല്ല അതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട അദ്ദേഹം ആ സിനിമ വീട്ടിൽ ഇരുന്ന് ദൃശ്യം കണ്ട് സംസാരിച്ച് പുലർച്ചെ വരെ സംസാരിച്ച് ഇതിലൊരു വേഷം കിട്ടിയാന്ന് ആഗ്രഹിച്ച് അത് എത്തുക എന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ്, അല്ലേ? നമ്മൾ ആഗ്രഹിച്ചത് കയ്യിൽ കിട്ടി. ஸோ இதெல்லாம் சினிமா என்ன பொறுத்த லெவலில் சொல்கிறேன், நான் ஆசைப்பட்டு போன விஷயம் கிடையாது. பட் எங்கள் ஃபேமிலியில் இருந்தது. எனக்கு நடிப்பு வந்ததாக இருக்கட்டும், நான் நடிக்கிறதா இருக்கட்டும், நடித்து முடித்ததுக்கப்புறம் என்னை பீப்புள் பாராட்டுறதா இருக்கட்டும், இந்த எல்லா ரெக்கக்னேஷனும் 100% நான் எனக்கு எடுத்துக்க மாட்டேன். இது உண்மையிலேயே வேற யாரோ மேபி எங்கள் ஃபேமிலியில் நிறைய பேர் ஏங்கின விஷயமா இருக்கலாம். ஏன்னா எங்கள் ஃபேமிலியில் ஒருத்தர் கேஆர் கிருஷ்ணன் ஒருத்தர் எங்களோட கொள்ளு தாத்தா டப்பிங் ஆர்டிஸ்டாக இறந்து போயிருக்காரு. லைட்மேனாக ஒருத்தர் இறந்து போயிருக்காரு. ஃபேமிலியில் ஒருத்தவங்க ஸ்டுடியோ வச்சுருந்து அது மூடி இருந்திருக்காங்க. ஸோ நிறைய ஃபெயில்டு பீப்புள் இருந்திருக்காங்க. அடுத்த ஜென்ரேஷன் எங்கள் ஃபேமிலியிலே இப்போ சினிமாவில் இருக்கிறது நான் தான். ஸோ சின்ன வயசுலேருந்தே இவ்வளோ பெரிய ரெக்கக்னேஷன், நல்ல ஆக்டிங் ஸ்கில்ஸ் எல்லாம் வரத்துக்கு ரீசன் மேபி அவங்களுடைய அனுகிரகமாக இருக்கலாம், இறைவனுடைய அருளாக இருக்கலாம். ഇതൊക്കെയാണ് അല്ലേ? ഇത്രയും കേട്ടിരുന്നോ? ഇത്രയും സംഭവം വിശദമായിട്ട് കേട്ടിരുന്നോ? പിന്നെ ഭയങ്കര രസമല്ലേ? ഹിസ്റ്ററി, ആ ഫാമിലി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അതാണ്. എനിക്ക് ആ ഫാമിലി ഹിസ്റ്ററി അത്രയൊന്നും അറിയില്ല. പക്ഷെ ചോദിച്ച ഒരു സാധനം ഇട്ട് കൊടുത്താൽ എല്ലാം അങ്ങ് കിട്ടിയെന്നുള്ളതാണ്. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് തൃപ്തിയാവുന്നത്. നമുക്ക് ഈ സിനിമയിലേക്ക് ഒന്ന് പോയാൽ ഈ സിനിമയുടെ ഒരു യാത്ര എങ്ങനെയാണ്? നമ്മൾക്ക് ടൂർ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു, നമ്മൾ എവിടെ പെട്ടുപോകുന്നു, അങ്ങനെയൊക്കെയാണ്. എങ്ങനെയാണ് ഈ യാത്ര ഈ സിനിമ? അങ്ങനെയല്ല, ഒരു ചെറിയൊരു ഗ്രാമം, അവിടെയുള്ള 4 പിള്ളേർ, അവരൊരു ബംഗ്ലാവിൽ പെട്ടുപോവാണ്. രാത്രി നടക്കുന്ന കഥയാണ് ഈ പറഞ്ഞ എക്സിറ്റ് എന്നുള്ള പടം. ആ ബംഗ്ലാവിൽ പക്ഷേ ഒരു ഭ്രാന്തനുണ്ട്. അയാൾ ഈ പറഞ്ഞ പിള്ളേരെ ഒന്നൊന്നായിട്ട് വേട്ടയാടും. ഭ്രാന്തനെ തിയേറ്ററിൽ പോയി കണ്ടാൽ മതി നിങ്ങൾ. അതെ, അല്ല അത് ടീസറിൽ കണ്ടതാ. അല്ല എങ്കിലും ബാക്കി കുറച്ചും കൂടെ കാണണ്ടേ? ഇരിപ്പുണ്ടല്ലോ നമ്മുടെ അടുത്ത്. പ്ലോട്ട് വൈസ് അത്രയും സിമ്പിളാണ്. പക്ഷെ അവര് ആ സഫർ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ആ പടത്തിന്റെ ഒരു ത്രില്ല് കൊടുക്കുന്ന ഒരു ഫാക്ടർ. അപ്പോൾ കുറച്ച് എക്സ്ട്രീമാണ്, കുറച്ച് വയലന്റ് ആണ്, കുറേ ആക്ഷൻ ഉണ്ട്, കുറേ ഹൊറർ എലിമെന്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കൂടെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ് ഇതിന്റെ ഡയറക്ടർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ചാലഞ്ച്. അല്ല ഇത്തരം ഒരു ചെറിയ സിനിമയെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും സിനിമ വലുതാണ്, എല്ലാവർക്കും സിനിമ വലുതാണ്, അവരവരുടെ സംഭവങ്ങൾ വലുതായിട്ട്. ഇത്തരം ഒരു ചെറിയ സിനിമകൾക്ക് വേണ്ടത്ര സ്പേസ് കിട്ടുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ടോ തിയേറ്ററിലൊക്കെ? തിയേറ്ററിൽ ഡെഫിനറ്റ്ലി ഏട്ടാ, അതിപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്റ്റാർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു ക്രൗഡ് പുള്ളിങ് പവർ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ചെറിയ പടം ആവുമ്പോൾ അത് തിയേറ്ററിലേക്ക് എത്തിക്കാനും ആൾക്കാരെ അട്രാക്ട് ചെയ്യാനും നമ്മൾ അത്രയധികം എന്താ പറയുക കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പടമാണെങ്കിൽ പോലും നമ്മൾ
തമിഴിലും മലയാളത്തിലും രണ്ടിലും ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നൊരു പടമാണ്. അപ്പോൾ അതിന് ഡബിൾ എഫേർട്ട് ഇട്ടാലേ അത് കുറച്ച് പേരെങ്കിലും കാണുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി. പക്ഷേ അധ്യയനത്തിൽ പടം നല്ലതാണെങ്കിൽ അത് ആൾക്കാർ കയറും. അല്ല, പടം നല്ലതാണെങ്കിൽ ചെറുതും വലുതെന്നുള്ള വ്യത്യാസമില്ല. സിനിമ നല്ലതാണ്, നല്ല സബ്ജക്റ്റ് ആണെങ്കിൽ ആളുകൾ പ്രഷർ കയറുമെന്നുള്ള കാരണം അതിൽ റിവ്യൂ ഒന്നും അതിനകത്ത് ബാധിക്കില്ല എന്ന കാര്യത്തിൽ ട്രസ്റ്റ് നമുക്ക് ഓഡിയൻസിലുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉള്ള. ഇതിലൊരു കഥാപാത്രം, നമ്മുടെ ഒരു കഥാപാത്രത്തിലേക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ട് കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ ഇത് ഞാൻ തന്നെ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നാൻ ഒരു കാരണം എന്താണ്? സബ്ജക്റ്റ് കേൾക്കുന്നു, ഇഷ്ടപ്പെടുന്നു, എനിക്ക് പറ്റിയ ഒരു കഥാപാത്രമാണെന്ന് നമുക്ക് മനസ്സിൽ തോന്നാൻ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കും? എനിക്ക് ചോദ്യം മനസ്സിലായില്ല. ഈ കഥാപാത്രം ഞാൻ തന്നെ ചെയ്താൽ കൊള്ളാം, എന്നോട് സബ്ജക്ട് ഞാൻ ചെയ്താൽ എനിക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകർ ഇഷ്ടപ്പെടും, അങ്ങനെ തോന്നാനുള്ള ഒരു എലമെന്റ് എന്തായിരിക്കും? ഈ കഥയില്ല എക്സിറ്റില്ലേ, ഇതെന്ത് എന്നെ ട്രോളുന്നത് പോലെ ഉണ്ട്. കാരണം കഥ അറിഞ്ഞൂടാ, കഥാപാത്രത്തെ കുറിച്ച് അറിഞ്ഞൂടാ, ഒന്നും അറിയാതെ പോയി അഭിനയിച്ച ഒരാളാണ് ഞാൻ. ചേട്ടൻ இல்ல கொஞ்ச நேரத்துக்கு முன்னாடி தான் அவங்களுக்கு கதையே சொல்லிருக்காங்க. അല്ല, കൊഞ്ച നേരத்துக்கு മുന്നാടി ഇല്ല, നേത്ത് ഇന്നലെ ഈ സമയത്താണ് കഥ ഞാൻ അറിയുന്നത്. പടം നടിച്ചു മുടിച്ചിട്ട് കഥ കേട്ട தெரியுது. ഞാൻ ഇന്നലെയാണ് ഈ കഥ അറിഞ്ഞത്. അപ്പോ അത് ഡയറക്ടറോടുള്ള എന്റെ വിശ്വാസം, ആ വിശ്വാസമാണ് എന്നെ ആ ക്യാരക്ടറിലോട്ട് നയിച്ചത്. ചേട്ടന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയോ? കിട്ടി. തൃപ്തി ആയില്ല. എന്തായിരുന്നു ചോദ്യം? റിപ്പീറ്റ്. ഞാൻ തന്നെ ചെയ്താൽ എന്റെ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് തോന്നാനുള്ള കഥ തന്നെയാണെന്ന് പറഞ്ഞല്ലോ. കഥ ഞാൻ അറിഞ്ഞത് ഇന്നലെയാണ്. പിന്നെ ഞാൻ എങ്ങനെയാണ് അത് ഏറ്റെടുത്തു എന്നുള്ള എന്റെ ചോദ്യം. അതെന്റെ വിശ്വാസം, ഡയറക്ടറോടുള്ള എന്റെ വിശ്വാസം. ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നല്ലേ? അതെ. അത് പറയൂ. ഓ, അതായിരുന്നോ ചോദ്യം? ചോദ്യം വ്യക്തമായിരുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. ഞാനും ഇതിന്റെ ഡയറക്ടർ ഷഹീനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. സോ ഷഹീന ഒരു മൂവി എടുക്കാൻ പോകുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അതിലുണ്ടാവണമല്ലോ. ഞാനൊരു ആർട്ടിസ്റ്റ് ആയിരിക്കെ തീർച്ചയായിട്ടും അതിൽ എനിക്ക് അഭിനയിക്കാനൊരു ക്യാരക്ടർ വേണം. അപ്പൊ അതിലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ എക്സിറ്റിൽ പ്രത്യേകിച്ച് ഫീമെയിൽ കഥാപാത്രങ്ങളൊന്നുമില്ല. ഉള്ള ഒരേ ഒരു വ്യക്തി ഞാനാണ്. അപ്പോൾ ഞാൻ അന്ന എന്നുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നതിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. കാരണം എനിക്ക് തന്നിട്ടുള്ള ഒരു ക്യാരക്ടർ അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, എൻ്റെ 100% ഇട്ടിട്ടുണ്ട്. ആൻഡ് അതിൽ ഡയറക്ടർ എന്ന നിലയ്ക്ക് ഷഹീൻ ഓക്കെയാണ്, ഞാനും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കണ്ട നിങ്ങളും കുഴപ്പമില്ല എന്ന് പറഞ്ഞു, നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതാണ് എൻ്റെ ആ ക്യാരക്ടർ ഞാൻ ചെയ്യാനുള്ള കാരണം. വിശ്വാസം, വിശ്വാസം. வணக்கம், இது என்னோட மலையாளத்தில் டெபியூ ஃபிலிம். தமிழில் பல படங்கள் பண்ணியிருந்தாலும் ஒரு இன்னொரு லாங்குவேஜில் டெபியூவாக பண்ணுறோம் அப்படிங்கிறது எனக்கு ஃபஸ்ட்டு படம் நடிக்கிற அந்த ஃபீல்டு, அந்த பதட்டம் தான் இன்னும் இருக்குது. ஸோ February 9th தேட்டர்ஸில் வருது. இதை தயவு செஞ்சு தேட்டரில் போய் இந்த படம் பாருங்கள். ஏன்னா திஸ் இஸ் தேட்டர் எக்ஸ்பீரியன்ஸ் மூவி. பேசிக்காக சவுண்ட் எஃபெக்ட்ஸ் வந்து இந்த படத்தில் வந்து ரொம்ப ஒர்க் பண்ணியிருக்கோம். ஸோ அந்த எக்ஸ்பீரியன்ஸ் எல்லாமே உங்களுக்கு தெரியணும், அந்த ஃபீல் எல்லாமே உங்களுக்கு கிடைக்கணும் அப்படின்னா யூ வாண்ட் டு வாட்ச் திஸ் மூவி இன் தேட்டர்ஸ். ப்ளீஸ் வாட்ச் திஸ் மூவி இன் தேட்டர்ஸ் அண்ட் தென் അപ്രീഷിയേറ്റ് അവർ എഫേർട്സ് ആൻഡ് ഓൾ. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇനിയും മലയാളത്തിൽ ഒത്തിരി സിനിമ ചെയ്യാൻ താങ്കൾക്ക് അവസരവും ഉണ്ടാകട്ടെ. ഓ, ரொம்ப നന്ദി. താങ്ക് യു. ഞങ്ങൾ നിർത്തുന്നില്ല, ഞങ്ങൾ തുടരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പോകേണ്ട സമയമായി. ഫ്ലൈറ്റ് നമുക്ക് കാത്തിരിക്കില്ലല്ലോ. ഒരു KSRTC ബസ്സാണെങ്കിൽ വിളിച്ചു നിർത്താമായിരുന്നു. അപ്പം അദ്ദേഹം യാത്ര ചെയ്തെങ്കിൽ അദ്ദേഹം വേണ്ടത്ര നല്ല രീതിക്ക് സംസാരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? നല്ല രീതിക്ക് സംസാരിച്ചു. ആദ്യമായിട്ട് ഒരു മലയാളം പടത്തിന്റെ പ്രൊമോഷനൊക്കെ വന്ന് ഇത്രയധികം ഓപ്പൺ ചെയ്യാന്നൊക്കെ പറഞ്ഞ ഹാറ്റ്സ് ഓഫ്. തീർച്ചയായിട്ടും എന്തായാലും ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്. അതെ, ബെസ്റ്റ് ഫ്രണ്ട്. ഒരു വേഷം തന്നിട്ടുണ്ട്. അതെ, കഥ പോലും പറഞ്ഞു തരാതെ അഭിനയിപ്പിച്ച ഡയറക്ടർ. എന്താണ് അങ്ങനെ കഥ പറയാതിരുന്നത്? കഥ പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെനീഷ പോവാ കഥ കേട്ടാ? ഞാൻ പലതവണ ചോദിച്ചതാ. അല്ല, എനിക്കൊരു ലേഡി ക്യാരക്ടർ, അതായത് ത്രൂ ഔട്ട് ഇതിലൊരു ലേഡി ക്യാരക്ടർ ഇല്ല. പിന്നെ കുറച്ചുകൂടി ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് ആ സീക്വൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രെയിൻ ഉണ്ട്. എനിക്ക് ഇവരുടെ പെർഫോമൻസ്, ഞാൻ പേഴ്സണലി ഞങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എൻ്റെ ഇന്നറിൽ നമ്മളെന്താണോ ടാലൻറ്റ് നോക്കുന്നത് അതേപോലെ തന്നെ അവരുടെ ടാലൻറ്റ് എന്താണെന്നുള്ളത് എനിക്കറിയാം. വ്യക്തമായിട്ട് അവരെ കൊണ്ട് ഈ ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ കഴിയും. അപ്പോൾ ക്യാരക്ടർ അവരെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ കഴിയും എന്നെനിക്ക് ഉറപ്പായിരുന്നു. ഇവർ ഈ സബ്ജക്റ്റിൻ്റെ മെയിൻ ഒരു കീ റോളാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് ഈ അതായത് ഇവർക്ക് ബാക്കിയുള്ള ഈ സ്പേസിലൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ഇവർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയിലാണ് ഈ പരിപാടി മൊത്തം നടക്കുന്നത്. അപ്പോൾ അവർ എന്താണ് ചെയ്യേണ്ടത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കോർഡിനേഷൻ ഉണ്ടല്ലോ, നമുക്ക് കിട്ടും ഈ സാധനം അവരെ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ ഞാൻ കഥ ഒരുപാട് പേരെടുത്ത് എനിക്ക് പുറത്ത് റിവീൽ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നിലൂടെ അത് പുറത്തു പോകുന്നതാണ് നീ പേടിച്ചത്? കണ്ടോ, ഒരു ഫ്രണ്ടിന്റെ ഭയം ആലോചിക്കണം. വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ഇതേ വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ ഈ പടം വന്ന് ചെയ്തേ. ഭയങ്കര പ്രശ്നമാണ്. ഇത്രയും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് പോലും പുറത്ത് കഥ പറയുന്ന ഒരു ഭയം ഡയറക്ടർ. എന്ത് ചെയ്യാനാ,
മുൻ അനുഭവം എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും? ഇങ്ങനെ ഇവളുണ്ടോ? ഉണ്ട് അങ്ങനെ അത് പറയൂ, ഉണ്ടായ അനുഭവം പറയൂ. അപ്പൊ അത്രേ ഉള്ളൂ. അല്ലല്ല, അനുഭവം പറയാൻ മാത്രം ഒന്നുമില്ല. അത് സ്വാഭാവികം, അവളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ അതുകൊണ്ട് മാത്രമല്ല ഞാൻ കഥ പറയാതിരുന്നത്. പറയും, പുറത്ത് പറയും. എന്റെ ക്യാരക്ടർ അറിയണോണ്ടാണ് നീ അങ്ങനെ പറയാതിരുന്നത്. എന്തോടോ ഞാൻ പറയാലോ, അവൾക്ക് കറക്റ്റായിട്ട് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു. അവള് വന്നു, ചെയ്തു, സ്ഥലങ്ങളിലേക്ക് വിട്ടു. അടുത്ത പരിപാടി സാറില്ല, ഈ ഇന്റർവ്യൂ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് കാണാം ഇവനെ. പറഞ്ഞു വിട്ടു, ആ സീൻ കഴിഞ്ഞു അപ്പൊ തന്നെ പറഞ്ഞു വിട്ടു എന്നും കൂടെ ഒരു വാക്ക് പറഞ്ഞു കേട്ടോ. അത് ശരിയാ, നിർത്തിയില്ല. രാത്രിക്ക് രാത്രി എന്നെ പറഞ്ഞു വിട്ടു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് ചെയ്ത അടിപൊളിയായില്ലേ? ചെയ്ത അടിപൊളിയായി. ചെയ്ത അല്ല, അത് ക്യാരക്ടർ പറഞ്ഞല്ലോ, അത് പറഞ്ഞു, ആദ്യം പറഞ്ഞു. ചെയ്ത ക്യാരക്ടർ അവർ ഗംഭീരമായിട്ട് ചെയ്തു. എനിക്ക്, ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, കഥ അറിയാൻ ഇതൊക്കെ ഇപ്പോഴാട്ടോ പറയണത്. അറിഞ്ഞിരുന്നെങ്കിൽ പൊളിച്ചേനെ. അതെ അതെ, കഥ അറിഞ്ഞെങ്കിൽ ഇതിലും കുറച്ചും കൂടെ കിട്ടുമായിരുന്നു. അത് വേണ്ട, എനിക്ക് ഇത്രയും മതി എന്നും കൂടെ ഒരു തീരുമാനം. ഇവർക്ക് ആ ഉള്ളിൽ നടന്ന കഥയെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഇവർക്ക് അറിയുന്നത് ഇവരൊരു കുട്ടിയെ പ്രസവിച്ച് കൊണ്ടുവരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ കഥ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു. നീ പ്രസവിക്കുന്ന സീൻ നിനക്ക് അറിയില്ലേ? അതെപ്പോഴാ നീ പറഞ്ഞത്? പ്രസവിക്കാൻ കിടക്കുന്നു അത് പറഞ്ഞപ്പോഴാണ് നീ നിനക്ക് അറിയില്ലേ? പറഞ്ഞത്. ഓക്കെ, നമുക്ക് ചേട്ടാ അടുത്ത ചോദ്യങ്ങളുണ്ടോ? പ്രസവിക്കാൻ കിടക്കാനുള്ള സീൻ അറിയുന്നത്. അപ്പൊ പൂർണ്ണ ഗർഭിണിയായപ്പോ സെറ്റ് ഇട്ടപ്പോഴും മനസ്സിലായില്ല. സെറ്റ് ഇട്ടപ്പോ മനസ്സിലായി. പിന്നെ പ്രസവിക്കാൻ കിടന്നപ്പോഴാണ് പറഞ്ഞു. ചേട്ടാ അല്ല, സീന് ഞാൻ എന്താ കാര്യം അറിയണ്ടേ? ചേട്ടാ ഞാൻ സീന് ഷൂട്ട് അതപ്പോഴാണ് ചെയ്തു. പറഞ്ഞത് അല്ലേ? ശരി, എന്തായാലും വിശ്വാസമാണല്ലോ എല്ലാം. ആ വിശ്വാസത്തിൽ പങ്കാളിയായി, നല്ല വേഷം ചെയ്തു. അതില് ഡയറക്ടർ ഭയങ്കര തൃപ്തനാണ്, കൂടെ അഭിനയിച്ചവരും തൃപ്തനാണ്. അതെ. ഇനിയിപ്പോ എന്താണ് പ്രശ്നം? കഥ കേൾക്കേണ്ട കാര്യം പോലും ഇല്ല, അതിനുള്ള കഴിവുള്ള ഒരു നടിയായിട്ടാണ് സംവിധാനം കൂട്ടിയത്. അതെ അതെ, എനിക്ക് കഥ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ ചെയ്യണ്ടേന്നൊന്ന് പറഞ്ഞാ മതി, നിങ്ങൾ കൈ കൊടുക്കും അല്ലേ? നിങ്ങൾ രണ്ടും ഇരുന്നപ്പോഴാണ് വേറൊരു ലെവലിലേക്കും കൂടെ എത്തിക്കാൻ പറ്റിയത്. എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു സിനിമ ഞാൻ എഞ്ചിനീയറിംഗ് ഒരു സെക്കൻഡ് ഇയർ, ഇതിപ്പോൾ 8 വർഷമായി ഞാൻ സിനിമയുടെ ബാക്കിൽ ഓടാൻ തുടങ്ങിയിട്ട്. ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത്, LV പ്രസാദിൽ പഠിച്ചിരുന്നു. അതിനുശേഷം പിന്നെ മനോഹരം, വിനീതേട്ടൻ്റെ ഇവിടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. പിന്നെ തെലുങ്ക് പ്രോജക്റ്റ് വർക്ക് ചെയ്തിരുന്നു, മനോരമ മാക്സ്, പിന്നെ ഇത് ഇപ്പോൾ എക്സിറ്റ്. ഇത്രയും ആഗ്രഹങ്ങളോട് കൂടിയുള്ള ഒരു സിനിമയാണ് അല്ലേ? ഇത്തരം ഒരു സബ്ജക്റ്റ് പുതിയ കുറച്ച് ആളുകളെ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലേക്ക് വരുമ്പോൾ പല ആളുകളെടുത്ത് സമീപിച്ചിരുന്നു. എങ്ങനെയാണ് അതിൻ്റെ ഒരു കടമ്പ? ഞാൻ അതായത് ഞാൻ ഇതിന് മുന്നേ ഒരുപാട് സബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 49 സംതിങ് ഓൾ പ്രൊഡ്യൂസേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സിറ്റിൻ്റെ കഥ ഞാൻ വേണു സാറിൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. ഫസ്റ്റ് ടൈം പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, പുള്ളി ഇംപ്രസ്ഡ് ആയി. ആ ഒരു മൊമെന്റിൽ നിന്ന് ഞങ്ങളുടെ പ്രൊജക്റ്റ് ഓണായി. പിന്നെ ഞാൻ ഇവരെല്ലാവരും ഒറ്റ സിംഗിൾ മീറ്റിംഗ് ആണ്. ആ സിറ്റിങ്ങിൽ തന്നെ എല്ലാവരും ഓക്കെ ആയിരുന്നു, എല്ലാവരും ഓക്കെ ആയിരുന്നു. ഞാൻ ഒരു പ്രോമിസിങ് പ്രൊജക്റ്റ് ആയിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. എല്ലാവരും പറയുന്ന പോലെ തന്നെ ബാക്കി ഓഡിയൻസ് തീരുമാനിക്കട്ടെ. പക്ഷേ പ്രൊഡ്യൂസറിന്റെ ധൈര്യത്തിന് സമ്മതിക്കണം. പിന്നെ തീർച്ചയായിട്ടും അതാണ് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള പ്രോജക്റ്റ് ആണ്. അതൊരു ഫീൽ ഗുഡ് ഹാപ്പി പടമൊന്നും അല്ല. അതും എല്ലാം ഫസ്റ്റ് ടൈം ഡയറക്ടർ, എല്ലാവരും പുതിയ ആക്ടേഴ്സ്, അല്ലെങ്കിൽ എന്നെ പോലത്തെ ചെറിയ ആക്ടേഴ്സ്, വലിയ റിസ്ക് തന്നെയാണ്. അപ്പോൾ സമ്മതിക്കണം. അല്ല, ഇത്തരം സിനിമകൾ ചെയ്യാൻ പ്രൊഡ്യൂസർമാർ ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട് വരുന്നവരാണെങ്കിൽ ഓക്കെയാണ്. വെറും ബിസിനസ് മൈൻഡിൽ വരുന്നവരല്ലെങ്കിൽ അത് പ്രശ്നമാണ്. സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട് സിനിമയോട് ഇഷ്ടപ്പെട്ട് വന്നാൽ ആ പ്രൊഡ്യൂസർ ഓക്കെയാണ് എന്ന് ഞാൻ കാണുന്നു. തന്നെയാണ് അതിന്റെ ഒരു USP. അതല്ല, ആദ്യ പ്രൊഡ്യൂസറിന്റെ അടുത്ത് പോയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അതാണ് ആ പ്രൊഡ്യൂസറിനുള്ള ഒരു ക്വാളിറ്റിയാണ്. ഭയങ്കര തീർച്ചയായിട്ടും ആ ക്വാളിറ്റിയാണ്. ഈ തമിഴ് നമുക്ക് ശ്രീറാം വേണമെന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്തായാലും? ആക്ച്വലി ഇതൊരു ബോർഡർ ബേസ്ഡ് ആയിട്ടാണ് ഈ സബ്ജക്റ്റ് നടക്കുന്നത്. അപ്പം ഞാൻ ആക്ച്വലി പാലക്കാടാണ്, അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ബോർഡർ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ കുറേ ഞങ്ങളുടെ നാട്ടിൽ മിക്സഡ് ആയിട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി റാവുത്തർ സ്റ്റൈലിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തമിഴ് മിക്സും മലയാളമായിട്ടാണ് ഞങ്ങൾ വേറൊരു ലാംഗ്വേജ് പോലെ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തമിഴുമായിട്ട് കണക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ശ്രീറാം ഇതിലൊരു ക്യാരക്ടർ, ആ ക്യാരക്ടറിന് വ്യക്തമായിട്ട് ആ നാട്ടിനെ കുറിച്ച് ഒരു അറിവുണ്ടാവരുത്. അവിടെയുള്ളവരെല്ലാവരും മലയാളീസാണ്. ഈ ക്യാരക്ടർ ആ നാട്ടിലേക്ക് വന്ന പോലെയാണ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശ്രീറാമിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിശാഖ് ബ്രോയുടെ പെർഫോമൻസിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഓക്കെ, പുള്ളി വേറെ ലെവലാക്കും. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ എനിക്ക് സ്ട്രോങ് ആയിട്ടൊരു പെർഫോമൻസ് ആണ് മോസ്റ്റ്ലി ഈ പടത്തിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടൊരു പെർഫോമർ വേണമായിരുന്നു. അപ്പോൾ ഞാൻ ശ്രീറാമിനെ നവരസയിൽ നമ്മുടെ വെബ് സീരീസ് വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. കണ്ടു കഴിഞ്ഞാൽ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പുള്ളി നാഷണൽ അവാർഡ് വിന്നറായിരുന്നു. അപ്പോൾ ഞാൻ നേരെ പോയി, പിന്നെ ഇതിനേക്കാളും വലിയൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, സ്ട്രോങ് പെർഫോമറാണ്, കൊണ്ടുവന്നു ചെയ്യിച്ചു. പിന്നെ പുള്ളിയുടെ ഒരു ഫിസിക്കും കാര്യങ്ങളും നമ്മുടെ മൈൻഡിലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അത് വ്യക്തമായിട്ട് പുള്ളിയിൽ വന്നു. പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അത് സംസാരിച്ചു കഴിഞ്ഞാൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെ, സിനിമാ കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾ തന്നെ. ഇപ്പം പറഞ്ഞല്ലോ, വിനീൻ്റെ ഒക്കെ അഭിനയം ഭയങ്കര ഇഷ്ടപ്പെട്ടു. മനുഷ്യ കുറേ നേരം അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു കേട്ടോ. ഞാൻ അതാ ശ്രദ്ധിച്ചോണ്ട് പറയുമ്പോഴും. ഓക്കെ 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 അല്ലേ, ശ്രദ്ധിച്ചില്ലായിരുന്നോ? അല്ലേ, ഉൾക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് അല്ല, ഷഹീം പറഞ്ഞ കാര്യങ്ങൾ ഞാനിങ്ങനെ
പറഞ്ഞ തന്നെ ഉൾക്കൊള്ളുമായിരുന്നു. ആദ്യം പറഞ്ഞ കാര്യമാണോ അല്ലല്ല ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം? ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഈ ബിഗ് ബോസ് ഒക്കെ കണ്ടിരുന്നോ? ബിഗ് ബോസ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എന്ത് തോന്നി? ഇവളെന്താണോ അതന്നെയായിരുന്നു അതിനകത്ത്. അതന്നെയായിരുന്നു. ഞാൻ ഭയങ്കര ഒരു പ്ലാൻഡ് ആയിരുന്നു. നീ എന്ത്? ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. വരുന്ന വഴിക്ക് നോക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ അകത്ത് കയറിയ. അങ്ങനെ തന്നെയാ പോയത്. അങ്ങനെ തന്നെയാ പോയത്. പക്ഷെ വരുന്ന വഴിക്ക് പോയി ഇറങ്ങിയില്ല. ഇല്ല, 100 ദിവസം തുടർന്നു. അവസാനം ഇറങ്ങി. ഞാൻ കേറിയപ്പോ ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യമായിരുന്നു, ആ വീടിനുള്ളിൽ ഫസ്റ്റ് കാല് വെക്കുന്നത് ഞാൻ, അപ്പൊ ലാസ്റ്റ് കാല് വെക്കുന്നത് ഞാൻ ആവട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാ ഉള്ളിൽ കയറിയ. അതെന്തായാലും മൂപ്പര് കേട്ടു. അത് കൃത്യമാണ് അല്ലേ? അങ്ങനെ ഒരു പ്രാർത്ഥനയോടെ കയറിയല്ലേ? ഈ ലാലേട്ടൻ വരുന്ന ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെയാണ്, ഒരു പ്ലാനിങ് വല്ലതും ഉണ്ടാവും? നന്നായി മേക്കപ്പ് ചെയ്ത് റെഡി ആയിട്ടൊക്കെ ഇരിക്കും. പിന്നെ എന്താണോ പറയാൻ പോകുന്നത് ആ ആഴ്ച നമ്മൾ ചെയ്ത കുരുത്തക്കേടൊക്കെ നമുക്കറിയാലോ, അപ്പൊ പക്ക പ്ലാൻഡ് ആയിരിക്കും. പക്ഷെ പുള്ളി അതൊന്നും ചോദിക്കില്ല, അതാണ് വേറൊരു ട്വിസ്റ്റ്. ഒന്നും ചോദിക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഇന്റർവ്യൂ എടുത്തപ്പോൾ ലാലേട്ടൻ്റെ 3 ചിരികളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒന്ന് ചന്ദ്രലേഖയിൽ ഒരു ചിരി, ഒന്ന് ബിഗ് ബോസിലൊരു ചിരിയുണ്ട്. ബിഗ് ബോസിലൊരു ചിരി ഓർക്കുന്നില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആഡ് ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ചിരിയുണ്ട്. ലാലേട്ടൻ അത് പറയുമ്പോൾ ചിരി, ബിഗ് ബോസിലെ പേര് ആ ചിരി പറയുമ്പോൾ തന്നെ ലാലേട്ടൻ ഇപ്പോഴും ചിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതോ അത്രയും ഒരു ചിരി ലാലേട്ടനിൽ നിന്നും ആ സമയത്ത്? ഇല്ല, അത് റിനോഷേട്ടൻ ആ ഡയലോഗ് പറഞ്ഞപ്പോഴല്ലേ, അത് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു. ലാൽ സാർ നിർത്താതെ ചിരിക്കായിരുന്നു. അത് കണ്ടപ്പോഴായിരുന്നു ഞങ്ങൾ ഭയങ്കരമായിട്ട് ചിരിച്ചത്. കാരണം ആ പേര് പുറത്ത് പറയുമ്പോൾ നമ്മൾ അടക്കി ചിരിക്കാറല്ലേ പതിവ്, പക്ഷെ സാറ് ഓപ്പണായിട്ട് ചിരിച്ചപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ചു. സാറ് ഭയങ്കര പോസിറ്റീവ് ഓറയുള്ളൊരു മനുഷ്യനാണ്. കാരണം ഞാനാകെ ലാൽ സാറെ 2 വട്ടം നേരിട്ട് കണ്ടിട്ടുള്ളൂ, അകത്തോട്ട് കയറ്റുമ്പോഴും പുറത്തോട്ട് ഇറക്കുമ്പോഴും. അപ്പോൾ സാറിന് അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓറ മനസ്സിലാവും. പക്ഷെ എന്തൊരു ഹമ്പിളാണ്. നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു, അപ്പം എൻ്റെ ആണെങ്കിൽ വലിയ ഗൗണാണ്, അപ്പം ലാൽ സാറാണ് ഗൗണ് പിടിച്ചിരുന്നത്. അപ്പം ഞാനിങ്ങനെ ഭയങ്കര ഫാൻറ്റസി വേൾഡിലൊക്കെ എത്തിയ പോലെ, ലാൽ സാറ് ഉടുപ്പൊക്കെ പിടിച്ചിരുന്നു. ശരിക്കും എനിക്ക് അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇന്നോവയിൽ കയറുന്നത് വരെ കൈ ദിപ്പുള്ള പോലെ ഭയങ്കര മരവിപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അഖിലേട്ടനെയൊക്കെ നോക്കി, ഓക്കെ കഴിഞ്ഞല്ലേ 100 ദിവസം, ഓക്കെ ലാസ്റ്റ് പോവാണ്. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു. എന്തൊരു മനുഷ്യനാണ്. ഏറ്റവും ദേഷ്യമുള്ള ഒരു വ്യക്തി ആരായിരുന്നു അവിടെ? ഏതിലാ? ബിഗ് ബോസിൽ ദേഷ്യമുള്ള ഒരു വ്യക്തിയാണ്. അതിനകത്ത് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ഇനീഷ്യൽ ഡേയ്സിലൊക്കെ എനിക്ക് നാദിരയോട് ഭയങ്കര ദേഷ്യമായിരുന്നു. നാദിരെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അത് നാദിരയ്ക്ക് തന്നെ അറിയാം, ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ദേഷ്യം തോന്നിയത് ഗോപികയോട്. അത് ഞാൻ ഗോപികയോട് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് തന്നെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ദേഷ്യം തോന്നിയത് ഇല്ല, അഖിലേട്ടനോടും തോന്നിയിട്ടുണ്ട്. ശരിയാ, കുറെ പേരോട് തോന്നിയിട്ടുണ്ട് കേട്ടോ, എല്ലാം പറയണോ? ഇപ്പൊ എവിടെയാ? ഇപ്പൊ ആരോടെങ്കിലും ദേഷ്യമുണ്ടോ? ഇപ്പൊ എനിക്ക് ആരോടും ദേഷ്യം. ഇവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ഒട്ടുമിക്ക എല്ലാവരുമായിട്ട് കോണ്ടാക്ട് എന്ന് വെച്ചാൽ ആരോടും അധികമില്ല, എന്നാൽ ആരോടും ഒരു കുറവുമില്ല. എല്ലാരോടും ഒരു ലിമിറ്റില്. അഖില് വിൻ ചെയ്യുന്ന ഉറപ്പിച്ചാണോ ലാസ്റ്റ് സമയത്തെപ്പോൾ കണ്ടത്? അഖില് വിൻ ചെയ്യും അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. ഒന്നുകിൽ അഖിലേട്ടൻ അല്ലെങ്കിൽ ഞാൻ, കിട്ടിയാ ഊട്ടി അല്ലെങ്കിൽ പോട്ടെ, അങ്ങനത്തെ ഉള്ള ഒരു സംഭവമായിരുന്നു. കാരണം അതുവരെ എത്തിയല്ലോ. എന്നെ സംബന്ധിച്ച് ആ 100 ദിവസം നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമേ അല്ല. അപ്പൊ പിന്നെ കിട്ടിയ ലോട്ടറി, ഇല്ലെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ആ 100 ദിവസം നിൽക്കാൻ ഞാൻ വേർത്തിയാണെന്ന് കുറച്ച് പേർക്കെങ്കിലും തോന്നിയോണ്ടാണല്ലോ ഞാൻ അവിടെ നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇനി ബിഗ് ബോസിലേക്ക് പോകുന്നവരുടെ അടുത്ത് ഒരു ഉപദേശം ഉണ്ടെങ്കിൽ എന്ത് പറയും? സീസൺ വരികയാണ്. അതിപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയണമെന്നുണ്ടെങ്കിൽ, പുറത്തിറങ്ങിയതിന് ശേഷം എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്ഷിപ്പ് നമ്മൾ അവിടെ പോയപ്പോൾ കുറച്ച് എപ്പിസോഡ്സ് ഒക്കെ കണ്ടപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോയ പോലെ തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് കുറച്ച് പേര് പറഞ്ഞു, ഫ്രണ്ട്ഷിപ്പ് കാരണമാണ് നീ എവിടേക്കോ ഒന്ന് ബാക്കിലോട്ട് പോയേ എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ അങ്ങനെ കുറേ നല്ല ഫ്രണ്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. ചിലപ്പോൾ ആ ക്യാരക്ടർ തന്നെ ആയിരിക്കും അവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ അങ്ങനത്തെ ക്യാരക്ടർ ഉള്ളവരാണ് അകത്തോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഗെയിമിൻ്റെതായ രീതിയിൽ കണ്ടിട്ട് അങ്ങോട്ട് നിൽക്കുക. 2 ഇമേജുകൾ ഉണ്ടാവും എന്ന് പറയുന്നു ബിഗ് ബോസിൽ പോകുന്നത്. ഒന്നിലെ നമ്മൾ പോയി ഇറങ്ങി വരുമ്പോൾ നമുക്കൊരു ബാഡ് ഇമേജ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഹൈപ്പാവും. അത് സത്യമാണോ? അത് തനി സ്വരൂപം അനുസരിച്ചിട്ടുണ്ടാവും. അവിടെ എന്ന് വെച്ചാൽ ഫസ്റ്റിൽ ഒരാഴ്ചയൊക്കെ നമ്മൾ അഭിനയിച്ചൊക്കെ നിൽക്കും. ലൈക്ക് സംസാരിക്കുമ്പോൾ നല്ല മലയാളം, ഞാനൊക്കെ അങ്ങനെയായിരുന്നു.
ആദ്യത്തെ ആഴ്ചയൊക്കെ സ്പഷ്ടമായ മലയാളം, നല്ല നല്ല മലയാളം വാക്കുകൾ, കടിച്ച പൊട്ടാത്ത വാക്കുകൾ, എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാനൊരു 2-3 വട്ടം മനസ്സിൽ പറഞ്ഞു നോക്കും. അത് അവിടെ ഓരോരുത്തരായിട്ടാണല്ലോ സംസാരിക്കുന്നത്. അടുത്ത ആളൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ അവരുടെ കാര്യങ്ങളൊന്നും അല്ല കേൾക്കുന്നത്, ഞാൻ അടുത്തത് എന്ത് പറയുമ്പോൾ എന്താണ് പറയേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് ഒരാഴ്ച അങ്ങോട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു അവസ്ഥയായിരിക്കും. പിന്നെ എൻ്റെ പാലക്കാട് സ്ലാങ്ങൊക്കെ ഇടയിൽ വന്നു, നമ്മൾ എങ്ങനെയാണോ വീട്ടിൽ ആ രീതിക്ക് അങ്ങോട്ടും. പക്ഷെ വേറൊരു കാര്യം കൂടെയുണ്ട്, 24 മണിക്കൂർ നമ്മൾ 21 പേര് ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എപ്പിസോഡിൽ വരണമെന്നില്ല, അത് ട്രിംഡ് ആണ്. അപ്പോൾ ആ 1 hourൽ എന്താണ് പോകുന്നത് ആ ഒരു ഇമേജ് ആയിരിക്കും ഓഡിയൻസിന് കിട്ടുക. അപ്പോൾ എന്താണ് പുറത്ത് ഫുട്ടേജ് പോകുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പുറത്ത് നമുക്ക് വരുന്ന ആ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഓഡിയൻസിന് കിട്ടുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്. തിരിച്ചു വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ ഫുട്ടേജ് ആണല്ലോ പോകുന്നത്. തിരിച്ചു വന്ന് കണ്ടപ്പോൾ ഞാൻ ഇതിലും മോശമായി ആരോടെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇതിലും നന്നായിട്ട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ടാകും, നന്നായി ചെയ്തിട്ടുണ്ടാകും, അത് വന്നില്ല എന്ന് കണ്ടിട്ടുണ്ടാകും, അത് വന്നിട്ടില്ല, അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഫീൽ ഉണ്ടാവണമെങ്കിൽ ഞാൻ ഫസ്റ്റ് പുറത്ത് വന്നിട്ട് ഞാൻ ആ എപ്പിസോഡൊക്കെ ഇരുന്ന് കാണണം. ഞാൻ കണ്ടിട്ടേ ഇല്ല. തിരിച്ചു വന്നതിന് ശേഷം ഇനി എന്തിനാ കാണുന്നത്? അല്ല, ഞാൻ അത് നമ്മൾ അവിടെ എന്താ കഴിഞ്ഞേ, അവിടെ എന്താ ചെയ്തേ, എന്താ സംസാരിച്ചതെന്നൊക്കെ നമുക്കറിയാലോ. ഞാൻ എൻ്റെ യുക്തിക്കനുസരിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്നിട്ടുള്ളത്. എൻ്റെ മനസാക്ഷിക്ക് ഏതാണ് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഫേവർ ചെയ്ത് സംസാരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, എഗെയിൻസ്റ്റ് ചെയ്ത് സംസാരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിലെനിക്ക് ഇന്ന് വരെ ഞാൻ ചെയ്ത കാര്യത്തിലോ ഞാൻ സഞ്ചരിച്ച വഴിയിലോ എനിക്ക് ഇതുവരെ ഒരു റിഗ്രറ്റും തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയാലല്ലേ ഞാൻ പോയി നോക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇപ്പോഴും പലരും പറയും നീ അങ്ങനെ ചെയ്തോണ്ടാ ഇങ്ങനെ ചെയ്തോണ്ടാ, പക്ഷെ എൻ്റെ ആ പാത്തിലൂടെ നോക്കുമ്പോൾ ഞാൻ ചെയ്തെല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ പിന്നെ അവർ പറയുന്നത് ഒരു പക്ഷെ അവർ കണ്ടതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അവർ ഫീൽ ചെയ്തതായിരിക്കും. പക്ഷെ ഞാൻ എന്ന പേഴ്സൺ ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ ചെയ്തതെല്ലാം എൻ്റെ മനസാക്ഷിക്ക് കറക്റ്റായിരുന്നു. അപ്പോൾ അതിൽ റിഗ്രറ്റ് ഒന്നുമില്ല, അത്രയും. ഇനാഗ്രേഷൻ ഒക്കെ കൂടിയോ? ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം കൂടി. പൈസ ഒക്കെ കൂട്ടിയോ? പൈസ വരുന്നുണ്ട്. എത്ര രൂപ വെച്ചാണ് ഇപ്പം? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല, ക്യാമറ ഇല്ലിരിക്കണ. അഖിൽമാരാർ 5 ലക്ഷം വാങ്ങുന്ന, അഖിൽമാരാർ എന്റെ ഇന്റർവ്യൂ 5 ലക്ഷം വാങ്ങുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് വരെ ഒരു പരിപാടിക്ക് 5 ലക്ഷം വാങ്ങിയിട്ടില്ല. എത്ര മേടിച്ചിട്ടുണ്ട്? അതൊന്നും ഞാൻ പറയില്ല. അയ്യേ എന്തീ പറയണേ, അങ്ങനെയൊന്നും അല്ല ചേട്ടാ. ചിലപ്പോൾ നമ്മളെ വിളിക്കുന്നത് ഭയങ്കര സാധാരണക്കാരായിരിക്കും. 2 ദിവസം മുന്നേ ഞാൻ ഒരു ഇനോഗ്രേഷന് പോയിട്ടുണ്ടായിരുന്നേ, അത് കുത്താമ്പുള്ളിയിലായിരുന്നു. സാധാരണ അവർ ഇതിനു മുന്നേ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്തിട്ടുമില്ല. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ഫാമിലി, അവരുടെ ഫ്രണ്ട്സ്, ചുറ്റുവട്ടത്തുള്ളവർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരൊക്കെ പേയ്മെൻറ്റ് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പറയില്ല, അവരോട് ചോദിക്കും എന്താണ്. അപ്പം നമുക്ക് ആ ഒരു റേഞ്ച് മനസ്സിലാവും. അപ്പം ഞാൻ കുറച്ച് അങ്ങോട്ട് കയറ്റി പറയും. അപ്പോൾ അവർ നോ പറയുകയാണെങ്കിൽ ഓക്കെ ശരി ആയിക്കോട്ടെ. പിന്നെ ഞാൻ വർക്കൊന്നും മിസ് ചെയ്യാറില്ല, മാക്സിമം ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെ. നല്ല വർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ഒരു അടുത്ത സീസൺ വരുമ്പോൾ ഈ എല്ലാ ബിഗ് ബോസിലും അങ്ങനെയാണ് കാണുന്നത്. ഒരു സീസൺ തുടങ്ങി കഴിഞ്ഞാൽ ആദ്യത്തെ ബിഗ് ബോസിലെ ആളുകൾ ഔട്ടാവുകയാണ്, അങ്ങനെയാണ് വരുന്നത്. അത്തരം ഒരു ഭയമുണ്ടോ? ഇനിയിപ്പോൾ അടുത്ത സീസൺ വരുമ്പം റെനിഷയ്ക്ക് ഒത്തിരി വർക്ക് കിട്ടുന്നു, അങ്ങനെ ഒരു ഭയമുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്കിപ്പോൾ തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സീരിയലിലോട്ട് തന്നെ പോവാം. പക്ഷെ ഞാൻ ഇത്ര ദിവസം സീരിയൽ ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫസ്റ്റ് വന്ന ആ ഒരു ഇനീഷ്യൽ ടൈമിൽ എനിക്ക് സീരിയൽസേ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം ഞാൻ എനിക്ക് പരിചയമുള്ള കൺട്രോളർ ചേട്ടന്മാരുണ്ട്, അപ്പം ഞാനിങ്ങനെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒന്നും ആരും വരുന്നില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളത് ബിഗ് ബോസ് കഴിയുമെന്ന് വെച്ചാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ കുന്നുകണക്കിന് വരും, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. ഒരുപാട് ആഗ്രഹിച്ച് എൻ്റെ മനസ്സിലും അങ്ങനെ ഉണ്ടായിരുന്നേ, ഒരുപാട് മൂവീസ് വരും അല്ലെങ്കിൽ ഒരുപാട് ഓഫേഴ്സ് വരുമെന്ന്. പക്ഷെ അതൊന്നും അല്ല, അതൊക്കെ നമ്മുടെ തെറ്റായ നോഷനായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് എടി ഒരുപക്ഷെ നീ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞാൽ ഇനി നീ മൂവിയിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാവും സീരിയൽ വരാത്ത എന്നുള്ളതായിരുന്നു. അതിനുശേഷം നമുക്ക് സീരിയൽസ് വന്നു തുടങ്ങി. പക്ഷെ അപ്പം ഞാൻ ഒന്നും കമ്മിറ്റ് ചെയ്തില്ല. അത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഏഷ്യനെറ്റുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഒക്കെ ഉള്ളത് കാരണം നമുക്ക് വേറെ ചാനൽസ് ഒന്നും ചെയ്യാൻ പാടില്ല ഒരു സർട്ടൈൻ മന്ത്സ്. അത് നമ്മൾ നേരത്തെ എഗ്രിമെൻറ്റിൽ ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ സീരിയൽസ് വരുന്നുണ്ട്, പക്ഷെ ഞാൻ ഏതും ജോയിൻ ചെയ്തില്ല, ഒന്നും കമ്മിറ്റും ചെയ്തില്ല. അതിന്റെ റീസൺ മൂവീസ് ഏതെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ള രീതിക്കാണ് ഇരിക്കുന്നത്. മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ എന്നെയോ സിനിമയിൽ നിന്നും? ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഒരു ആദ്യത്തെ പടത്തിൽ തന്നെ ഭയങ്കര ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കിട്ടിയത്. ഐക്കോണിക് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഇന്നും ആ പേരിൽ അറിയപ്പെടും. ഇന്നും ആ പേരിലാണ് അറിയപ്പെടുന്നത്. പലർക്കും എൻ്റെ ശരിക്കുള്ള പേര് അറിയില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പ്രൊണൗൺസും ചെയ്യാറില്ല. അപ്പോൾ മാറ്റി നിർത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് കിട്ടിയ ക്യാരക്ടേഴ്സൊക്കെ എല്ലാം ഏകദേശം ഒരേ ഒരു സോണിൽ ആക്കിയതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അത് ഈ ഇൻഡസ്ട്രിയുടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. എസ്പെഷ്യലി നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമുക്കിവിടെ കേരളത്തിൽ ഇപ്പോഴും ആസ് എൻ ആക്ടർ എൻ്റെ ഒരു കഴിഞ്ഞൊരു പടത്തിൽ എൻ്റെ ഒരു പെർഫോമൻസ് എന്താണോ അതിൻ്റെ ബേസിസിലാണ് പിന്നെ എന്നെ വിളിക്കുന്നത് അടുത്തൊരു പടത്തിലേക്ക്.
ഓഡിഷൻ കൾച്ചർ ഇപ്പോഴും എന്താ പറയുക, ഒരു 1-2 പടത്തിൽ അഭിനയിച്ചാൽ പിന്നെ വേറൊരു പടത്തിൽ പിന്നെ ഓഡിഷൻ ചെയ്യാത്ത ആക്ടേഴ്സാണ് കൂടുതലും, അല്ലെങ്കിൽ ആ കൾച്ചർ ഇല്ല ഇവിടെ, സ്ക്രീൻ ടെസ്റ്റിംഗ് എന്നുള്ള കൾച്ചർ ഇല്ല. അപ്പോൾ ആസ് എൻ ആക്ടർ എനിക്ക് പ്രൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. അത് കുറച്ച് ഡിപ്രസിങ് ആയിരുന്നു കേട്ടോ, ടു ബി വെരി ഓണസ്റ്റ് വിത്ത് യു. ആ സമയത്ത് കുറച്ച് ഡൗൺ ആയിരുന്നു, മെൻ്റലി കുറച്ച് ഡൗൺ ആയിരുന്നു. ഈ ഒരു കരിയർ ഡിസിഷനും എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നുള്ളത് ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ഇരുന്നപ്പോൾ കൈ പിടിക്കാൻ ആരായിരുന്നു ഉണ്ടായിരുന്നു? ഇരുന്നപ്പോൾ കൈ പിടിക്കാനായിരുന്നു ഫാമിലി ആൻഡ് വളരെ ക്ലോസ് ആയിട്ട് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ എൻ്റെ വൈഫ് ഇവിടെ വന്നിട്ടുണ്ട്, വൈഫ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഈ ഒരു പറഞ്ഞ തിരിച്ചു വരവ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ശരിക്കും കൈ പിടിച്ച് പൊക്കിയെടുത്തത് തന്നെ വൈഫാണ്. ഡ്യൂറിങ് ദാറ്റ് ഫേസ് സത്യം പറഞ്ഞാൽ അതിൽ ഉണ്ടായ അല്ല, ബട്ട് സീരിയസ്ലി ആ ഒരു സ്ട്രെങ്ത്തും ആ സപ്പോർട്ടും നമുക്ക് ഇൻഡസ്ട്രിക്ക് പുറത്തുള്ള ഒരു ഫാമിലി ഫ്രണ്ട്സ് എന്നുള്ള ആ ഒരു സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇൻഡസ്ട്രിയിൽ നമുക്ക് കോളീഗ്സ് ഉണ്ടാവും, ഫ്രണ്ട്സും ഉണ്ടാവും, പക്ഷേ നമ്മൾ റെലവൻസ് അല്ലാണ്ടായിപ്പോയ അപ്പം തന്നെ അതിൽ നിന്നുള്ള പലരും ഒരു ബാക്ക് സീറ്റ് എടുക്കാൻ തുടങ്ങും. അത് ഒരു വേണ്ട എന്ന് തോന്നിയോ? തിരിച്ചു വരവിൽ ഒരു ഡൗട്ട് വന്നപ്പോൾ വേണ്ട എന്ന് തോന്നി? ഒരിക്കലുമില്ല. ഇതിപ്പോൾ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. കാരണം എനിക്കിത് വേറെ നല്ല ജോലിയും നല്ല ശമ്പളവും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ പണിക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇതില്ലാണ്ടും അതിലൊരു കുറ്റബോധം തോന്നിയിരുന്നോ? ഒരിക്കലുമില്ല. വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു, കുറ്റബോധം ഒരിക്കലും തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതിനേക്കാളും കഷ്ടപ്പാടും ഇതിൽ സഹിക്കണമെങ്കിൽ സഹിക്കാനും തയ്യാറാണ്. കാരണം അത്രയും കോൺഫിഡൻസ് ഉണ്ട് എന്നിലും. ഇതല്ലെങ്കിൽ വേറൊരു മാർഗവും, അത്രയും കഷ്ടപ്പാടാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ജീവിച്ചു പോകാനും എനിക്കറിയാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്നാണ് എന്റെ ബലമായ വിശ്വാസം. ജീവിച്ചു പോകാൻ അറിയാവുന്നതുകൊണ്ട് വൈഫ് കൂടെ നിന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇതില്ലെങ്കിൽ അടുത്തതിൽ എന്റെ ഹസ്ബൻഡ് ഓക്കെയാണ്, എന്നെ നോക്കിക്കോളും. ആ ഒരു ധൈര്യമായിരിക്കും വൈഫിനുണ്ട്. നല്ല ജോലിയൊക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ധൈര്യമാണ്. ധൈര്യമായിരിക്കും, അത് തന്നെയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒത്തിരിയായി കണ്ടിട്ട്, നമ്മൾ എത്രയോ ഇന്റർവ്യൂസ് എടുത്തു പോയിട്ടുള്ള ഞാൻ ഒത്തിരിയായി കണ്ടിട്ട് എനിക്ക് ഇന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഓണസ്റ്റ്ലി അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ആ കുപ്പി എന്നുള്ള ആ സാധനം എടുത്ത് മാറ്റി വെച്ചൊരു ഫ്രഷ് സ്റ്റാർട്ട് വെച്ച് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ വെച്ചാണ് തിരിച്ചു വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് സഞ്ജയ് ഗാന്ധി ആയിട്ടാണ്, പിന്നെ വരാൻ പോകുന്നത് യഷ്രാജിലൊരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട്, സൈജു ശ്രീധറിൻ്റെ നായകനായിട്ട്. അപ്പം അങ്ങനെ കുറേ നല്ല അടിപൊളി പ്രോജക്ട്സ് ലൈൻഡപ്പാണ്. അപ്പം അതൊക്കെ ഇറങ്ങിയ ആൾക്കാരുടെ ഈ ഇമേജ് മാറാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. എങ്കിലും നമ്മൾ ആ പേര് മാറ്റണ്ട. ആ പേര് നമ്മളെ വളർത്തിയതും നമ്മളെ ജീവിച്ച് നമ്മളെ പ്രേക്ഷകരുടെ മുമ്പിൽ ഇപ്പോഴും ഇരിക്കുന്ന ആ പേര് തന്നെയാണ്. ഡെഫിനറ്റ്ലി അതൊരു ഭാഗ്യമായിട്ടാണ്, അത് ഭാഗ്യമാണ്. ഇപ്പോൾ ആരാണെങ്കിലും ഇപ്പോൾ ചിയാൻ വിക്രം, ജയം രവി അല്ലേ, അപ്പോൾ അതൊരു ഭാഗ്യമാണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യണം. ഇതിന്റെ മ്യൂസിക്കും ക്യാമറയും ഒന്ന് പറയും. മ്യൂസിക് നമുക്ക് ധനുഷ് ഹരികുമാർ, മ്യൂസിക്കിന് ഇമ്പോർട്ടൻ്റ് ഉള്ള സിനിമയാണത്. മ്യൂസിക്കിന് മാത്രമല്ല സൗണ്ടിനാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് വന്നത്. കാരണം കുറേ സ്ഥലങ്ങൾ ഭയങ്കര ത്രില്ലിംഗ് എലമെന്റ്സ് ആയതുകൊണ്ട് ഭയങ്കര സൈലൻസ് ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ രംഗനാഥ് സാറാണ് അത് ചെയ്തത്. രംഗനാഥ് സാർ അല്ലാതെ വേറെ ആരും ഇത് കൈവച്ചാൽ ഇത്രയും സേഫ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.